അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. നമ്മുടെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു വീഴ്ചയോ തകർച്ചയോ ഉടച്ചിലോ ഉണ്ടാകുമ്പോഴാണ് പുനഃസ്ഥാപനത്തിൻ്റെ ആവശ്യമുണ്ടാകുന്നത്. കാണപ്പെടുന്ന പ്രാപഞ്ചികമായതും ഭൗതികമായതുമായ കാര്യങ്ങൾക്ക് മാത്രമല്ല തകർച്ചകൾ സംഭവിക്കുന്നത്. കാണപ്പെടാത്ത മനുഷ്യ ഹൃദയത്തിനും തകർച്ചയും ഉടച്ചിലുമുണ്ടാകാം. യഹോവയെ തൻ്റെ കഷ്ടകാലത്ത് ശരണം പ്രാപിച്ച ദാവീദ് 31 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൽ കൂടി പറയുകയാണ്, ഐ ആം ലൈക്ക് എ ബ്രോക്കൺ വെസൽ. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു. കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും പാരമ്യത്തിൽ എത്തുമ്പോഴാണ് പലരുടെയും ഹൃദയം തകരുന്നത്. ഏതൊരു ശക്തനായ മനുഷ്യനും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ തകർന്നു പോകുന്നു. എന്നാൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തവനാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണുകളായിരിക്കുന്ന നാം എത്രയോ തവണയാണ് അവൻ്റെ കയ്യിൽ ചീത്തയായി പോയത്. എങ്കിലും നമ്മെ എറിഞ്ഞു കളവാൻ കുശവന് മനസ്സായില്ല. പകരം തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നുവോ അത് ദൈവം കഴിഞ്ഞ നാളുകളിൽ പുനഃസ്ഥാപിച്ചതിൻ്റെ ഫലമാണ്. എന്നാൽ ഇന്നാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ തകർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് താങ്കളെ പുനഃസ്ഥാപിക്കാൻ താല്പര്യമുണ്ട്. Whenever God restores something, He restores it to a place greater than it was before. ദൈവം എന്തെങ്കിലും പുനഃസ്ഥാപിക്കുമ്പോഴെല്ലാം അവിടുന്ന് അതിനെ പഴയതിലും ശ്രേഷ്ഠമായ സ്ഥലത്തിൽ പുനഃസ്ഥാപിക്കുന്നു. അതുമാത്രമല്ല, പഴയ അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട പുതിയ അവസ്ഥയിൽ നമ്മെ ആക്കി തീർക്കുന്നു. ഗാഡ് ഈസ് എ റെസ്റ്റോറർ ഫോർ എവ്രിതിങ്. ദൈവം എല്ലാം പുനഃസ്ഥാപിക്കുന്നവനാണ്. നമ്മോട് ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിക്കാനും സമാധാനവും സന്തോഷവും ആരോഗ്യവും കരുതലും പഴയതിനേക്കാൾ ശ്രേഷ്ഠകരമായ നിലയിൽ നൽകാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കരച്ചിലും നെടുവീർപ്പും ഹൃദയത്തിലെ വിങ്ങലും ഒരു പുനഃസ്ഥാപന പ്രക്രിയയിലൂടെ മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മുടെ കർത്താവിനെ സമീപിക്കാം. യിരെമ്യാ പ്രവചനം 30 അധ്യായത്തിൻ്റെ 17 വാക്യം ഇന്നത്തെ നമുക്കുള്ള ദൂതാണ്. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് I will restore you to health and heal your wounds. ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Have a blessed day.